ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് അഞ്ചാമത്തെ സെമസ്റ്ററിലെ ഫിസിക്കൽ ഒപ്റ്റിക്സ് ആൻഡ് മോഡേൺ ഒപ്റ്റിക്സ് എന്നുള്ള പേപ്പറിനെ കുറിച്ച് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള ക്ലാസ്സാണ് ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ നമുക്ക് ആദ്യം സിലബസ്, ഇത് 3 ക്രെഡിറ്റ് ഉള്ള ഒരു പേപ്പറാണ്. ഇതിൻ്റെ സിലബസ് നോക്കാം. ഫിസിക്കൽ ഒപ്റ്റിക്സ് ആൻഡ് മോഡേൺ ഒപ്റ്റിക്സിലെ പേപ്പർ കോഡ് PH5B08, 5 യൂണിറ്റുകൾ. യൂണിറ്റ് 1 ഫെർമാറ്റ്സ് പ്രിൻസിപ്പിൾ, അതേപോലെ അതിൽ ഡിസ്കസ് ചെയ്യുന്ന വേറൊന്ന് മാട്രിക്സ് മെത്തേഡും ഇന്റർഫറൻസ് ബൈ ഡിവിഷൻ ഓഫ് വേവ് ഫ്രണ്ട്. യൂണിറ്റ് 2 ഇന്റർഫറൻസ് ബൈ ഡിവിഷൻ ഓഫ് ആംപ്ലിറ്റ്യൂഡ്, പിന്നെ 2 തരം ഡൈഫ്രാക്ഷൻ, ഫ്രാൻഹോഫർ ഡൈഫ്രാക്ഷൻ, ഫ്രെനൽ ഡൈഫ്രാക്ഷൻ. യൂണിറ്റ് 3 പോളറൈസേഷൻ. യൂണിറ്റ് 4 ഹോളോഗ്രഫി. യൂണിറ്റ് 5 ഫൈബർ ഒപ്റ്റിക്സ്. ഇതിനെക്കുറിച്ചെല്ലാം നിങ്ങൾ ഇതിനു മുമ്പ് തന്നെ പഠിച്ചിട്ടുണ്ട്. +2-ലും ഇതിൻ്റെ ബേസിക് കാര്യങ്ങളൊക്കെ നിങ്ങൾ കുറേയൊക്കെ കേട്ടിട്ടുള്ളതും നിങ്ങൾക്ക് പരിചയമുള്ളതായിരിക്കും. ഇതിൽ ഫെർമാറ്റ്സ് പ്രിൻസിപ്പിളാണ് നമുക്ക് ആദ്യമായിട്ട് നോക്കാനുള്ളത്. ഫെർമാറ്റ്സ് പ്രിൻസിപ്പിൾ യൂണിറ്റ് 1 ഫെർമാറ്റ്സ് പ്രിൻസിപ്പിളിൽ ആദ്യം നമുക്ക് അറിയേണ്ടത് ഒപ്റ്റിക്കൽ പാത്ത് എന്നുള്ള കൺസെപ്റ്റാണ്. ഫെർമാറ്റ്സ് പ്രിൻസിപ്പിളിലേക്ക് എത്താൻ നമുക്ക് ഒപ്റ്റിക്കൽ പാത്ത് എന്താണെന്ന് അറിയണം. അതിൽ ഫെർമാറ്റ്സ് പ്രിൻസിപ്പിൾ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഇൻ ഒപ്റ്റിക്സ്. അതിൻ്റെ അത് കൊണ്ടുവന്നത് പിയറി ഡി ഫെർമാറ്റ് എന്നുള്ള ഫ്രഞ്ച് മാത്തമെറ്റീഷ്യൻ ആയിരുന്നു. ആൾമോസ്റ്റ് ഓൾ ജിയോമെട്രിക്കൽ ഒപ്റ്റിക്സിലെ എല്ലാ പ്രിൻസിപ്പിൾസ്, അതായത് പ്രിൻസിപ്പിൾ ഓഫ് റിവേഴ്സിബിലിറ്റി, ലെൻസ് മേക്കേഴ്സ് ഫോർമുല, തിൻ ലെൻസ് ഫോർമുല എക്സെട്ര, എല്ലാം നമുക്ക് ഈ ഫെർമാറ്റ്സ് പ്രിൻസിപ്പിളിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ നമ്മുടെ ലൈറ്റിൻ്റെ അല്ലെങ്കിൽ പ്രൊപ്പഗേഷൻ ഓഫ് ലൈറ്റ്, റെക്റ്റിലിനിയർ പ്രൊപ്പഗേഷൻ ഓഫ് ലൈറ്റ്, ലോസ് ഓഫ് റിഫ്ലക്ഷൻ, ലോസ് ഓഫ് റിഫ്രാക്ഷൻ, ഇതെല്ലാം നിങ്ങൾക്കറിയാം. ഇതെല്ലാം വെരി ബേസിക്സ് ഓഫ് ജോമെട്രിക്കൽ ഒപ്റ്റിക്സ് ആണ്. ഇതിനെല്ലാം യൂണിഫൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ജനറൽ പ്രിൻസിപ്പിൾ ഉണ്ടാക്കിയത് ഫെർമാറ്റ്സ് ആണ്. ഈ ഫെർമാറ്റ്സ് പ്രിൻസിപ്പിൾ എന്താണെന്ന് നോക്കാം. ആദ്യമായിട്ട് അതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഒപ്റ്റിക്കൽ പാത്ത് എന്താണെന്നാണ്. ഒപ്റ്റിക്കൽ പാത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം, ഒരു ഡിസ്റ്റൻസ് എസ് ലൈറ്റ് ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ഒരു മീഡിയത്തിലൂടെ വിത്ത് എ വെലോസിറ്റി v, അങ്ങനെയാണെങ്കിൽ ആ ഡിസ്റ്റൻസ് എസ് അറ്റ് എനി ടൈം ടിയിൽ ഡിസ്റ്റൻസ് എസ് ഇസ് ഈക്വൽ ടു v ഇൻറ്റു ടി. അങ്ങനെ നമ്മളത് അറിയാം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ ഡെഫിനിഷൻ നമുക്കറിയാം, mu is equal to c/v or v can be written as c/mu. അങ്ങനെയാണെങ്കിൽ s is equal to vക്ക് പകരം നമുക്ക് c/mu കൊടുത്തു കഴിഞ്ഞാൽ s is equal to ct/mu എന്ന് കിട്ടും. അല്ലെങ്കിൽ mu ഇങ്ങോട്ട് കൊണ്ടുപോയാൽ mu s is equal to ct. So that means for a given time right hand side is a constant, hence left hand side mu s is a constant. c യും t യും കോൺസ്റ്റന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ mu s എന്നുള്ള പ്രൊഡക്റ്റും കോൺസ്റ്റന്റ് ആയിരിക്കും. അങ്ങനെയുള്ള ദിസ് പ്രൊഡക്റ്റ് mu s is called optical path. So optical pathനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം. Optical path is defined as the product of the geometrical distance and the refractive index and geometrical index. So it is optical path is equivalent to air path. Okay, because the value of mu for air does not appreciably differ from the vacuum. So we can represent the same distance in vacuum that light would travel in the same time in which it travels in the distance s in the medium. So ഇത് അത് തമ്മിൽ വലിയൊരു വ്യത്യാസം ഇല്ലാത്തതുകൊണ്ട് വാല്യൂ ഓഫ് mu for air does not appreciably differ from that of vacuum. നമുക്ക് എയറിലും വാക്വത്തിലും ഡിഫറൻസ് ഇല്ല mu എന്ന് പറയുന്ന പോലെ തന്നെ. അതുകൊണ്ട് തന്നെ mu1 s is equal to mu2 s is equal to നമുക്ക് അങ്ങനെ കൺസിഡർ ചെയ്യാം. ഇതിൽ ഒരു ഗിവൺ ടൈമിൽ ലൈറ്റ് ട്രാവൽസ് ഇൻ സെയിം ഒപ്റ്റിക്കൽ പാത്ത് ഇൻ ഡിഫറെൻറ്റ് മീഡിയ ആണെങ്കിൽ, അതാണ് mu1 mu2 ഡിഫറെൻറ്റ് മീഡിയാസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണെങ്കിൽ, ഒരു മീഡിയത്തിൽ ഡിസ്റ്റൻസ് s1 ട്രാവൽ ചെയ്യുന്നു, ഒരു വേറെ മീഡിയത്തിൽ ഈ mu2 ഉള്ള ഒരു mu2 റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള ഒരു മീഡിയത്തിൽ s2 ആണ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഒപ്റ്റിക്കൽ പാത്തിന് നമുക്ക് mu1 s1 is equal to mu2 s2 and so on എന്ന് എഴുതാം. ഇനി നോക്കുകയാണ് നമ്മൾ, when a ray travels distance s1 s2 s3 etc in a medium of refractive indices mu1 mu2 mu3 ആണെങ്കിൽ ടോട്ടൽ ഒപ്റ്റിക്കൽ പാത്ത് നമുക്ക് കൂട്ടി നോക്കാം. s is equal to
S1 mu1 S1 പ്ലസ് mu2 S2 പ്ലസ് mu3 S3 പ്ലസ് എക്സെട്ര അങ്ങനെ കിട്ടും. അല്ലെങ്കിൽ അതിനെ സം ചെയ്യുകയാണെങ്കിൽ സിഗ്മ ഐ ഈക്വൽ ടു 1 mu I SI ഇങ്ങനെ എഴുതാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതൊരു മീഡിയം ഓഫ് കണ്ടിന്യൂസ്ലി വേരിയിങ് ഓപ്റ്റിക്കൽ ഡെൻസിറ്റി ആണെങ്കിൽ അതിന് ഒരുപാട് ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയുള്ള ഒരു mu1 mu2 അങ്ങനെ ഒരുപാട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള ഒരു മീഡിയത്തിൽ നമുക്ക് ഒപ്റ്റിക്കൽ പാത്ത് കണ്ടുപിടിക്കാൻ ഫോർ എ റേ ഗോയിങ് ഫ്രം P to Q അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം S is equal to integral P to Q mu ds. അപ്പോൾ നമുക്ക് ഒപ്റ്റിക്കൽ പാത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് മനസ്സിലായി. അതായത് ഒപ്റ്റിക്കൽ പാത്ത് എന്നുള്ള ടേം നമുക്ക് പറയാം പ്രൊഡക്റ്റ് ഓഫ് മ്യൂ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആൻഡ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദി റേ ഇൻ എ മീഡിയം. അതിന് നമുക്ക് പ്രൊഡക്റ്റ് ഓഫ് ജോമെട്രിക്കൽ ഡിസ്റ്റൻസ് ആൻഡ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് എഴുതാം. അതിൽ നമുക്ക് എസ് എന്താണെന്ന് നോക്കാം. എസ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ P to Q mu ds. ഇനി ഫെർമാറ്റ്സ് പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് ടൈം ഇതെന്താന്ന് നോക്കാം. അതായത് ഒരു റേ അക്കോർഡിംഗ് ടു ദിസ് പ്രിൻസിപ്പിൾ when a ray travels from one point to another point through a set of media, out of all possible paths it always follows that path along which the time taken is minimum. So ഒരുപാട് പാത്തുകൾ ഉണ്ട് നോക്കുക. ഒരു റേക്ക് ട്രാവൽ ചെയ്യാൻ ഒരുപാട് പാത്ത് ഉണ്ടെങ്കിൽ അതിൽ എടുക്കുന്ന പാത്ത് അതിൽ ഏറ്റവും ടൈം കുറവുണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ നമുക്കൊരു ഡയഗ്രാം വരയ്ക്കാം. ഒരു പോയിന്റ് P അതേപോലെ പോയിന്റ് Q അതിലിരുന്ന് ഒരു റേ നമ്മുടെ വരുന്നു. പിയിൽ നിന്ന് ക്യൂയിലേക്ക് ഒരു റേ പോകുന്നു. ശ്രദ്ധിക്കുക, P ഇത് Q. ഇതിലേക്ക് നമുക്ക് ഒരു റേ സ്ട്രൈറ്റ് ലൈനിൽ വരുന്നത് കാണാം. അതേപോലെ വേറെ പാത്തിലൂടെ ഇതിന് വരാം. സപ്പോസ് എ റേ ലൈറ്റ് ട്രാവൽസ് ഫ്രം P to Q. There are several possible paths like PAQ. Let it be ഇതൊരു PAQ ആയിക്കോട്ടെ. ഇനി വേറെ ഒന്ന് PBQയിൽ വരാം. അതേപോലെ ഇതിന് വേറെ പാത്തും സെലക്ട് ചെയ്യാം. PCQ. സപ്പോസ് ദിസ് ഇസ് PCQ. അങ്ങനെ ഒരുപാട് പാത്തുകൾ ഇതിന് പോസിബിൾ ആയിട്ടുണ്ട്. സോ അക്കോർഡിംഗ് ടു ഫെർമാറ്റ്സ് പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് ടൈം ഇതിൽ റേ സെലക്ട് ചെയ്യുന്നത് the ray will choose the path in which the time taken is minimum. അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിൽ നോക്കാം. dt ആണ്. let dt be the time in which the light ray travels a distance ds in the medium. അങ്ങനെയാണെങ്കിൽ dt is equal to ds by v. v is the velocity of light in that medium. so നമുക്കറിയാം mu is equal to c by v ആണ്, അല്ലെങ്കിൽ v is equal to c by mu ആണ്. ഈ v എന്നുള്ളതിന് പകരം നമുക്ക് c by mu എന്ന് കൊടുത്തു കഴിഞ്ഞാൽ dt is equal to vക്ക് പകരം നമുക്ക് mu by c എന്ന് കിട്ടും. ഡിനോമിനേറ്ററിലാണ് v. so mu by c into ds. therefore the time required to travel from P to Q is t. ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ t is equal to ഇന്റഗ്രേറ്റിംഗ് ഫ്രം നമ്മൾ നേരത്തെ കണ്ടു പോയിന്റ് പിയിൽ നിന്ന് ക്യൂയിലേക്കാണ്. അപ്പോൾ P to Q mu ds by c. taking out the c outside the integral 1 by c. കോൺസ്റ്റന്റ് ആണ്. P to Q mu ds. അതിൽ ഈ ഇന്റഗ്രേഷൻ പാർട്ട് ഇന്റഗ്രലിന്റെ സിമ്പിളിന്റെ ഉള്ളിലുള്ളത് വേർ P to Q mu ds നെയാണ് ഒപ്റ്റിക്കൽ പാത്ത് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇതിൽ നമ്മൾക്ക് ഡിഫറെന്റ് പാത്ത് ഉണ്ട് എന്ന് പറഞ്ഞു. ഏതൊക്കെയാണ് ഡിഫറെന്റ് പാത്ത് നമ്മൾ കണ്ടു. PAQ ഉണ്ട്, PBQ ഉണ്ട്. നമ്മൾ ഡയഗ്രത്തിൽ കണ്ട പോലെ തന്നെ PAQ, PBQ, PCQ. ഇതിൽ ഏതാണ് സെലക്ട് ചെയ്യാന്ന് വെച്ചാൽ if you consider different paths from P to Q according to Fermat's principle of least time, the ray will take the path for which time taken is minimum. That means delta t equal to 0 or നമ്മുടെ നമുക്ക് ഒപ്റ്റിക്കൽ പാത്ത് ഇന്റഗ്രൽ P to Q mu ds അല്ലെങ്കിൽ ഡെൽറ്റ P ഇന്റഗ്രൽ PQ mu ds ഈക്വൽ ടു 0 ഉള്ളതാണ് സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ ഡെൽറ്റ ടി is equal to ഈ ഡെൽറ്റ ഇന്റഗ്രൽ P to Q mu ds is equal to 0. ഓക്കെ. സോ എന്തുകൊണ്ടാണ് ടി നമുക്ക് ഇവിടെ അറിയാം. T is equal to
ഇതാണ് ഇൻ്റഗ്രൽ പി ടു ക്യൂ മ്യൂ ഡി എസ് ആണ്. അപ്പോൾ അവിടെ നമ്മൾ ഡെൽറ്റ ടിക്ക് പകരം ടിക്ക് പകരം ഇത് ഈ ടി ഈക്വൽ ടു ഈ ടി നമ്മൾ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ അത് 0 ആകുന്ന പാത്താണ് ഈ റേ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ when time is minimum, optical path length is minimum since c is a constant. So out of all possible paths, light travels along a path having the minimum path length, that is delta p integral p to q mu ds is equal to 0. ഇനി ഇത് ഫെർമാസ് പ്രിൻസിപ്പിളിന്റെ വേറൊരു കേസാണ് ഫെർമാസ് പ്രിൻസിപ്പിൾ ഓഫ് എക്സ്ട്രീമം പാത്ത്. ഇതൊരു സ്പെഷ്യൽ കേസാണ്. ഫോർ എക്സാമ്പിൾ വെൻ ഓപ്റ്റിക്കൽ പാത്ത് മാക്സിമം ആകുമ്പോൾ, അതായത് ലൈറ്റ് റിഫ്ലക്റ്റിംഗ് ഫ്രം എ സ്ഫെറിക്കൽ സർഫസ്, അത്തരം കേസുകളിൽ ഒപ്റ്റിക്കൽ പാത്ത് മാക്സിമം സ്ഫെറിക്കൽ സർഫസ് നിന്ന് റിഫ്ലക്ട് ചെയ്ത് വരുന്ന ലൈറ്റിനെ ഒന്ന് അസ്യൂം ചെയ്യുക, അത് ഒപ്റ്റിക്കൽ പാത്ത് മാക്സിമം ആയിരിക്കും. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ഫെർമാസ് പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് ടൈം പോലെയല്ല, അതിൽ ഒപ്റ്റിക്കൽ പാത്ത് ഈസ് മാക്സിമം. ചില കേസിൽ either maximum nor minimum but stationary in that case. For example, formation of images by lens. അത്തരം കേസുകളിൽ നമുക്ക് സ്റ്റേഷനറി ആയിട്ടുള്ള കേസുണ്ട്, മാക്സിമം ഒപ്റ്റിക്കൽ പാത്ത് സ്റ്റേഷനറി ആയിട്ടുള്ളതും ഒപ്റ്റിക്കൽ പാത്ത് മാക്സിമം ആയിട്ടുള്ള കേസ്. മാക്സിമത്തിന്റെ എക്സാമ്പിൾ ലൈറ്റ് റിഫ്ലക്ഷൻ ഫ്രം സ്ഫെറിക്കൽ സർഫസ്. ഓർ സ്റ്റേഷനറി ആയിട്ടുള്ള കേസിന് ഫോർമേഷൻ ഓഫ് ഇമേജസ് ബൈ ലെൻസ്. ഇതിൽ ആ കേസിൽ ലെൻസ് വഴിയിട്ട് ഫോർമേഷൻ ഇമേജ് ഫോം ചെയ്യുന്ന ആ കേസിൽ ഓൾ റേസ് പ്രൊസീഡിംഗ് ഫ്രം ആൻ ഒബ്ജക്ട് പോയിന്റ് travels in the same constant path to the corresponding image point. So it is in a stationary, it can be considered as a stationary case. അങ്ങനത്തെ കേസിൽ നമ്മുടെ ഈ ഫെർമാസ് പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് ടൈം ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് നമ്മളൊരു ഫോർമാറ്റ് പ്രിൻസിപ്പിൾ ഓഫ് എക്സ്ട്രീമം പാത്ത്, ഓർ ഇറ്റ് ഈസ് കാൾഡ് ഫെർമാസ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേഷനറി ടൈം. അതെന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ഒരു മോഡിഫിക്കേഷൻ ആണ്. അതിൽ when a ray travels from one point to another point through a set of media, out of all possible path, it always follows that path along which the time taken is extremum, minimum or maximum or stationary. എക്സ്ട്രീമം കേസാണ് അവിടെ സെലക്ട് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? ഒന്നുകിൽ മിനിമം ആയിരിക്കും, അല്ലെങ്കിൽ മാക്സിമം ആയിരിക്കും, അല്ലെങ്കിൽ സ്റ്റേഷനറി. ഇത് ഇപ്പോൾ നമുക്ക് രണ്ട് കേസുകൾ കൂടെ നമ്മൾ ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. അപ്പോൾ മാക്സിമം ഉണ്ടാകുന്ന കേസ് ഏത് കേസാണ്? മാക്സിമം ഉണ്ടാകുന്ന കേസ് സ്ഫെറിക്കൽ സർഫസസിന്റെ കേസിൽ ഉണ്ടാകുന്ന റിഫ്ലക്ഷൻ. മിനിമം സ്റ്റേഷനറിക്ക് ഒരു എക്സാമ്പിൾ ആണ് ഇൻ കേസ് ഓഫ് ഫോർമേഷൻ ഓഫ് ഇമേജ് ബൈ ലെൻസ്. ഇതിൽ ഒരു സ്പെഷ്യൽ കേസായിട്ട് ഫെർമാസ് പ്രിൻസിപ്പിൾ ഓഫ് എക്സ്ട്രീമം പാത്ത് ജസ്റ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. എന്നാലും നമുക്ക് ഇത് ഫെർമാസ് പ്രിൻസിപ്പിൾ വെച്ചിട്ട് ഫണ്ടമെന്റൽ ലോസ് ഓഫ് റെക്റ്റിലിനിയർ പ്രൊപ്പഗേഷൻ, അതേപോലെ റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ, ഇതെല്ലാം ഇതിൽ നിന്ന് നമുക്ക് ഡിഡ്യൂസ് ചെയ്യാൻ പറ്റും ഫെർമാസ് പ്രിൻസിപ്പിളിൽ നിന്ന്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് റെക്റ്റിലിനിയർ പ്രൊപ്പഗേഷൻ ഓഫ് ലൈറ്റിനെ എങ്ങനെ ഫെർമാസ് പ്രിൻസിപ്പിൾ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കാം. അതായത് വളരെ സിമ്പിളായിട്ട് 2 സ്റ്റെപ്പിൽ തന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അക്കോർഡിംഗ് ടു ഫെർമാസ് പ്രിൻസിപ്പിൾ we know that delta integral p to q mu ds is equal to 0. ഇനി ഒരു ഹോമോജീനിയസും ഐസോട്രോപ്പിക്കും ആയിട്ടുള്ള മീഡിയം സെലക്ട് ചെയ്യുക. ഹോമോജീനിയസ് അല്ല ഐസോട്രോപ്പിക് മീൻസ് the physical quantity is measured will be same in all having a physical property which is same value when measured in different directions. So mu is a constant. So ഈ മ്യൂവിനെ നമുക്ക് ഇന്റഗ്രേഷൻ്റെ being also it can take outside the integral. So delta we can write it as delta mu outside the integral p to q ds is equal to 0. So mu ഇത് 0 ആവുന്നില്ല. അപ്പോൾ ഏത് ടേം 0 എന്ന ഡെൽറ്റ integral p to q ds is equal to 0. That means between 2 points a ray will travel in a straight line and not any other path. Thus in such a medium rectilinear propagation of light can be explained in the terms of Fermat's principle. So this ray selects a straight line because from this we have seen earlier that delta p dot integral p dot q p to integral p to q ds is equal to 0 വരികയാണെങ്കിൽ അതിൽ സ്ട്രൈറ്റ് ലൈൻ ആണ് സെലക്ട് ചെയ്യുന്നത്.
റേ. അതുകൊണ്ട് തന്നെ അവിടെ റെക്റ്റിലിനിയർ പ്രൊപ്പഗേഷൻ ഓഫ് ലൈറ്റ് എക്സ്പ്ലെയിൻ ചെയ്യപ്പെട്ടു. ഇനി രണ്ട് കേസും കൂടെ നമുക്ക് ഇന്ന് നമുക്കൊന്ന് നോക്കാം. അതിലൊന്ന് ലോസ് ഓഫ് റിഫ്ലക്ഷനും ലോസ് ഓഫ് റിഫ്രാക്ഷൻ, ഫെർമാറ്റ്സ് പ്രിൻസിപ്പിൾ വെച്ചിട്ട് നമുക്ക് നോക്കാം. സോ ഫെർമാറ്റ്സ് പ്രിൻസിപ്പിളും നമുക്ക് ലോസ് ഓഫ് റിഫ്ലക്ഷനും ലോസ് ഓഫ് റിഫ്രാക്ഷൻ എങ്ങനെ പ്രൂവ് ചെയ്യുന്നുണ്ട് നോക്കാം. നമ്മളിപ്പോൾ റെക്റ്റിലിനിയർ പ്രൊപ്പഗേഷൻ ഓഫ് ലൈറ്റ് ജസ്റ്റ് കണ്ടു. ഇനി ഫെർമാറ്റ്സ് പ്രിൻസിപ്പിൾ, അതായത് വാട്ട് ഈസ് ഫെർമാറ്റ്സ് പ്രിൻസിപ്പിൾ സ്റ്റേറ്റ്സ് ദാറ്റ് light travels between 2 points along the path that requires the least time as compared to other nearby paths. So from the Fermat's principle we can derive law of reflection. The angle of incidence is equal to angle of refraction, and law of refraction or Snell's law. ഇത് രണ്ടും നമുക്ക് ഒരു സിമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഈ ഡയഗ്രാം നോക്കാം. ആദ്യം ലോസ് ഓഫ് റിഫ്ലക്ഷൻ A എന്ന് പറയുന്ന കേസ് റിഫ്ലക്ഷൻ കേസാണ്. കൺസിഡർ ദ ലൈറ്റ് റേ ഷോൺ ഇൻ ദ ഫിഗർ. എ ray of light starting from point A reflects off ഇങ്ങോട്ട് from the of the surface at point P before arriving at the point P. So this horizontal distance L from point A, ഇവിടുന്ന് ഇങ്ങോട്ട് ഉള്ള horizontal distance L. So നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് length of each path and divide the length by speed of light, so we can get the time required for the light to travel from the 2 points. So time കിട്ടാൻ നമുക്ക് distance divide the length traveled by the light divided by the speed of light. So ഇതിൽ നോക്കാം രണ്ട് കേസ്. ഒന്ന് ഇവിടുന്ന് ഇത് ഇങ്ങോട്ട് വരുന്നത്, ഇതിൽ time taken is equal to ഇതിൽ ഈ ട്രയാങ്കിളിൻ്റെ എക്സ് നമുക്ക് നോക്കാം. So here since it is a right angle triangle, the square the square of the long side is equal to the sum of the squares of other two sides. So x square plus h1 square divided by നമ്മൾ ഇവിടെ പറഞ്ഞ പോലെ സ്പീഡ് ഓഫ് ലൈറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്തു, പ്ലസ് ഇവിടെ നോക്കുകയാണെങ്കിൽ this long side is sum of this square of this long side is the sum of the L minus x whole square plus h2 square, ഇവിടെ ഡിവൈഡ് ബൈ c. So ഇതിൽ ടി നമുക്ക് കിട്ടി. ഇനി ടീനെ to minimize the time we set the derivative of the time with respect to x, so it is considered to be taken as equal to 0. So 0 is equal to dt by dx. ഇതിന് ഈ ടേമിന് നമ്മൾ dx x കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്ത് we will get ഇത് x by c into root of ഇവിടെയുള്ള ടേം എക്സ് സ്ക്വയർ പ്ലസ് h1 സ്ക്വയർ പ്ലസ് ഇത് മൈനസ് എൽ മൈനസ് എക്സ് സി താഴെ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ 1 മൈനസ് എക്സ് ഹോൾ സ്ക്വയർ പ്ലസ് h2 ഹോൾ സ്ക്വയർ. അപ്പോൾ ഇതിൽ ഈ രണ്ട് ടേമും കൂടെ കൂട്ടിയിട്ട് 0 ആണ് കിട്ടുന്നത്. സോ ദിസ് ടേം ഈസ് ഈക്വൽ ടു ദിസ് ടേം എക്സ് ബൈ സി രണ്ട് സൈഡിലുള്ളതുകൊണ്ട് കട്ട് ചെയ്ത് പോയി. ബാക്കിയുള്ളത് എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് h1 സ്ക്വയർ ഈസ് ഈക്വൽ ടു മൈനസ് പോയി എൽ മൈനസ് എക്സ് ഈക്വൽ ടു ആയതുകൊണ്ട് നമ്മൾ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് ഹോൾ സ്ക്വയർ പ്ലസ് h2 സ്ക്വയർ. നിങ്ങൾ ഡയഗ്രത്തിലേക്ക് ഒന്ന് നോക്കാം. ഇതിൽ എക്സ് ബൈ എക്സ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് h1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് ബൈ എക്സ്, സോ ഇറ്റ്സ് എക്സ് ബൈ root of x square plus h1 square, root of x1 square plus h1 square. This is equal to sin this. അടുത്ത ടേം നോക്കാം, അതും l minus x by root of l minus x whole square plus h2
സ്ക്വയർ. സോ ഇതും സൈൻ. സോ ദിസ് നമുക്ക് ഇങ്ങനെ എഴുതാം, സൈൻ തീറ്റ 1, ഇവിടെ തീറ്റ 1 സൈൻ തീറ്റ 1 ഈസ് ഈക്വൽ ടു സൈൻ തീറ്റ 2. സോ തീറ്റ 1 ഈസ് ഈക്വൽ ടു തീറ്റ 2 എന്ന് കിട്ടി. നമുക്ക് തീറ്റ 1 തീറ്റ 2 എന്ന് കിട്ടുന്നത് നമുക്ക് ഇൻസിഡൻറ്റ് റേ ആൻഡ് റിഫ്ലക്റ്റഡ് റേ. സോ ഇൻസിഡൻറ്റ് റേ ഈസ് ഈക്വൽ ടു റിഫ്ലക്റ്റഡ് റേ എന്ന് കിട്ടി. ദാറ്റ് മീൻസ് ലോ ഓഫ് റിഫ്ലക്ഷൻ ഇവിടെ നമ്മൾ ഫെർമാറ്റ്സ് പ്രിൻസിപ്പിൾ വെച്ചിട്ട് പറഞ്ഞു. എവിടെയാണ് ഇവിടെ ഫെർമാറ്റ്സ് പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്തത്? ടി ഈസ് ഈക്വൽ ടു നമ്മൾ ഇവിടെ ഡി ടി ബൈ ഡി എക്സിന് 0 ആയിട്ട് നമ്മൾ ഈക്വലേറ്റ് ചെയ്തു. കാരണം ഡി ടി ബൈ ഡി എക്സ് ഇറ്റ് വിൽ ഫോളോ ദ പാത്ത് ദാറ്റ് requires minimum time is dt by dx is 0 മിനിമം ആയിട്ടുള്ളത്. അതായത് ആ മിനിമം 0 ആയിട്ട് നമ്മൾ എടുത്തപ്പോൾ നമുക്കിവിടെ ലോ ഓഫ് റിഫ്ലക്ഷനിലെ സൈൻ ഐ ഈസ് ഈക്വൽ ടു ആർ. ദിസ് ഇസ് നത്തിങ്, ഐ ഈസ് ഈക്വൽ ടു ആർ ആണ്. ഐ മീൻസ് ഇൻസിഡൻറ്റ് റേ, ആർ ദാറ്റ് ഇസ് ടു ആംഗിൾസ് വി ഹാവ് ഇൻഡിക്കേറ്റഡ് ഹിയർ തീറ്റ 1 ആൻഡ് തീറ്റ 2. ഇതാണ് ഫെർമാറ്റ്സ് പ്രിൻസിപ്പിളിൽ നിന്ന് നമ്മൾ ലോ ഓഫ് റിഫ്ലക്ഷൻ ഡെറിവേറ്റ്. ഇനി ലോ ഓഫ് റിഫ്രാക്ഷൻ ഇതേപോലെ തന്നെ ഒരു പോയിന്റ് എയിൽ നിന്ന് ബിയിലേക്ക് പോകുന്നു. അവിടെ 2 ഡിഫറെൻറ്റ് ഇൻഡിസസ് ആണ്, റിഫ്രാക്റ്റീവ് ഇൻഡിസസ് വ്യത്യാസമുണ്ട്. N1 ആണ്, N2 ആണ്. ഇവിടെ N1, ഇവിടെ N2. സോ the time to travel between these 2 points is the distance in each medium divided by the distance in each medium. ഇതിലുള്ള ഈ ഡിസ്റ്റൻസും ഈ മീഡിയത്തിലുള്ള ഈ ഡിസ്റ്റൻസും നമ്മൾ മെഷർ ചെയ്തിട്ട് അതിന് സ്പീഡ് ഓഫ് ലൈറ്റ് കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ഫോർ അപ്പോൾ ടൈം കിട്ടും. ടി ഈസ് ഈക്വൽ ടു നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഇത് സ്ക്വയർ, ഈ സൈഡ് സ്ക്വയർ പ്ലസ് ഈ സൈഡിൻ്റെ സ്ക്വയർ റൂട്ട് ഓഫ് അത് ബൈ സി ബൈ N1. അതേപോലെ പ്ലസ് ഈ മീഡിയത്തിൽ റൂട്ട് ഓഫ് എൽ മൈനസ് എക്സ്. ഇവിടുന്ന് മൊത്തം എ ടു ബിയിലേക്കുള്ള ജോമെട്രിക്കൽ ഡിസ്റ്റൻസ് എല്ലായിട്ട് ചെയ്താൽ എൽ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് H2 സ്ക്വയർ ബൈ സി ബൈ N2. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഇനി അടുത്ത സ്റ്റെപ്പിൽ ഫെർമാറ്റ്സ് പ്രിൻസിപ്പിൾ പ്രകാരം ഡി ടി ബൈ ഡി എക്സിന് 0 കൊടുത്താൽ, എന്നിട്ട് ഇത് എക്സ് വെച്ചിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നോക്കുക. നിങ്ങളൊന്ന് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടും N1 മുകളിലേക്ക് പോകുന്നു, എക്സ് ബൈ സി ഇൻറ്റു റൂട്ട് ഓഫ് ഈ റൂട്ടിനുള്ളിലുള്ളത് അതേപോലെ ഇവിടെ ഉണ്ട്. ഇനി ഇവിടെ ഈ ടേം എന്താവുന്നു? മൈനസ് N2. ഇതിൽ നിന്ന് എക്സ് മൈനസ് എക്സിൻ്റെ ഇതിൽ നിന്ന് മൈനസ് പുറത്ത് വരുന്നു. എൽ മൈനസ് എക്സ് ഹോൾ സ്ക്വയർ എൽ മൈനസ് എക്സ് ബൈ ഈ ബ്രാക്കറ്റിലെ ടേം അതേപോലെ വരുന്നു താഴെ ഡിനോമിനേറ്ററിൽ. ഇതിന് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ടേമിനെയും നമ്മൾ ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടും. ഇതിൽ നേരത്തെ കേസിൽ നമ്മുടെ സി കട്ട് ചെയ്ത് പോയി. പക്ഷേ ഇവിടെ N1 N2 ഡിഫറെൻറ്റ് മീഡിയമാണ്. സിയും കട്ട് ചെയ്ത് പോയി. N1 N2 ഡിഫറെൻറ്റ് മീഡിയ, ഡിഫറെൻറ്റ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. സോ N1 ഉം N2 ഇവിടെ തന്നെ ഉണ്ട്. അതേപോലെ N1 എക്സ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് H1 സ്ക്വയറും ഈസ് ഈക്വൽ ടു N2 എൽ മൈനസ് എക്സ് റൂട്ട് ഓഫ് ഇത് എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റ 1, N1 ഇൻറ്റു സൈൻ തീറ്റ 1 ആവും. ഇത് N2 ഇൻറ്റു സൈൻ തീറ്റ 2 ആണ്. ഈ ഇക്വേഷൻ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്താ? സൈൻ തീറ്റ 1 ബൈ സൈൻ ഐ ബൈ സൈൻ ആർ ഇസ് ഈക്വൽ ടു സൈൻ ഐ ബൈ സൈൻ ആർ ഇസ് ഈക്വൽ ടു ഐ ബൈ നമ്മുടെ തീറ്റ 1 ബൈ തീറ്റ 2. അതായത് ദിസ് ഇസ് നെൽസ് ലോ ഓഫ് റിഫ്രാക്ഷൻ. സോ ഈ ഫെർമാറ്റ്സ് പ്രിൻസിപ്പിളിൽ നിന്ന് നമ്മളിപ്പോൾ ഇന്ന് കണ്ടു. ഇതിൻ്റെ ബേസിക് ഐഡിയ ഓപ്റ്റിക്കൽ പാത്ത് ഒന്ന് ഡിസ്കസ് ചെയ്തു. ഫെർമാറ്റ്സ് പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് ടൈം ഡിസ്കസ് ചെയ്തു. അതിൽ നിന്ന് റെക്റ്റിലിയർ പ്രൊപ്പോർഷൻ ഓഫ് ലൈറ്റും ലോസ് ഓഫ് റിഫ്ലക്ഷനും ലോസ് ഓഫ് റിഫ്രാക്ഷൻ പോലുള്ള ബേസിക് ഐഡിയാസ് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് മാത്രമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് നിങ്ങളോടായിട്ട് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് നാളെ ഓൺലൈൻ മീറ്റിങ്ങിൽ, നമ്മുടെ സൂം മീറ്റിംഗ് അതിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോഴേക്കും എന്തെങ്കിലും സംശയങ്ങളും ഇതിനെക്കുറിച്ചുള്ള പുതിയ ഐഡിയാസുമായിട്ട് നിങ്ങൾ വരിക. See you tomorrow. So go through the text and find out more questions, and we will discuss it tomorrow. So that's all for now. Thank you.